നമ്മളെപ്പോഴും പല കാര്യങ്ങൾക്കും മുൻഗണന നൽകാറില്ലേ? അതായത് നമ്മുടെ സുഹൃത്തുക്കൾക്ക്, കുടുംബത്തിന്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന്, അതുപോലെ നമ്മുടെ ജോലിക്ക്, അങ്ങനെ പലതിനും. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിനേക്കാളൊക്കെ ഏറ്റവും അധികം മുൻഗണന നൽകേണ്ട മറ്റൊരു കാര്യത്തെ കുറിച്ചാണ്. അതാണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ മനസ്സിന്റെയും ആരോഗ്യം. നാം പലപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണം. പലപ്പോഴും നാം മറ്റു പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സിനിമ കാണുന്നത്, അതുപോലെ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നത്, കൂട്ടുകാരുമൊത്ത് എൻജോയ് ചെയ്യുന്നത്, എല്ലാത്തിനും. എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ വേണ്ടത് നമ്മുടെ ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതം സന്തോഷത്തോടെ നയിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടാവാം, പക്ഷേ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ അവസ്ഥയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യസ്ഥിതി എന്താവും? മറ്റുള്ളവരെ നമുക്ക് നോക്കി കാണാൻ പറ്റും. പല ആളുകളുടെയും ആരോഗ്യസ്ഥിതി, അവർ ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് അവർക്ക് ജീവിതം ഭയങ്കര നരകതുല്യമായി കൊണ്ടു നടക്കുകയായിരിക്കും അവർക്ക് അവരുടെ കുടുംബത്തിലെ ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാൻ കഴിയില്ല, ജോലിക്ക് പോകാൻ കഴിയില്ല, യാത്രകൾ ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് നാം നമ്മുടെ ശരീരമാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതിക്കൊണ്ട് നാം ശരീരത്തെ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് അതുപോലെ മാനസിക ആരോഗ്യവുമാണ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും പറയാൻ കഴിയില്ല സമയമില്ല എന്ന കാര്യം. അതുകൊണ്ട് സമയമില്ല എന്ന പറച്ചിൽ ഒഴിവാക്കി നമ്മുടെ ശരീരത്തെ മാക്സിമം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി എന്നും എക്സസൈസ് ചെയ്യാൻ ആരംഭിക്കുക. ദിവസവും വളരെ അധികം സമയമൊന്നും വേണ്ട, 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും കഠിനമായി അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 20 മിനിറ്റ് ചെറിയ ചെറിയ എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസോ യോഗയോ നടത്തമോ നല്ല വേഗത്തിലുള്ള നടത്തമോ തുടങ്ങിയ എന്തെങ്കിലും കാര്യം ചെയ്താൽ മതി. എന്നാൽ ദിവസവും അത് ചെയ്യണമെന്ന് മാത്രം. ഒരു ദിവസം ചാടി എണീറ്റ് കുറെ നേരം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. വളരെ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്ത് അതൊരു ശീലമാക്കി മാറ്റുക. അത് നമ്മുടെ ഊർജത്തെയും നമ്മുടെ BP കുറക്കാനും നമ്മുടെ മൂവ്മെന്റ് കൂട്ടാനും എല്ലാത്തിനും സഹായിക്കും. അതുപോലെ തന്നെ നാം ശരീരത്തിലേക്ക് കുത്തിനിറക്കുന്ന അനാവശ്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അമിത ഭക്ഷണം ഒഴിവാക്കുക. നാം നമ്മുടെ ശരീരത്തെ മറ്റു പലതിനേക്കാളും ഉപരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം പലപ്പോഴും ഒരു കാറ് വാങ്ങിയാൽ അതിന്റെ ബോഡി തുടച്ച് മിനുസമാക്കുവാനും അതിൽ അടിക്കുന്ന പെട്രോൾ നല്ലതാണോ എന്ന് നോക്കാനും അതിൽ കൃത്യസമയം ഓയിൽ ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം വാഹനമായ നമ്മുടെ ശരീരത്തെ ഒരിക്കലും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ നാം ശ്രമിക്കാറില്ല. നമ്മുടെ ശരീരമില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു ആഡംബരവും ഒരു സന്തോഷവും അനുഭവിക്കാൻ നമ്മൾ ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിക്കാനും നല്ല ഭക്ഷണം കൊടുത്ത് അനാവശ്യ ഭക്ഷണം കഴിക്കാണ്ട് നല്ലത് മാത്രം കഴിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് നല്ല കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് മെഡിറ്റേഷൻ പോലുള്ള ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള രീതിയിൽ ജീവിതം തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനത്തെയുള്ള ഒരു ജീവിതം നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ നല്ല ഊർജ്ജസ്വലതയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ നോക്കാനും നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുന്നതിനും നമുക്ക് നല്ല രീതിയിൽ യാത്രകൾ ചെയ്യാനും എല്ലാത്തിനും കഴിയും. അതുകൊണ്ട് ശാരീരിക ആരോഗ്യത്തിന്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.